അങ്ങനെ അവസാനം രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി. ഒരുപാട് പേര് ഒരുപാട് കാലമായി പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു അറസ്റ്റാണിത്. കാരണം ഹൂ കെയേഴ്സ് ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. നിയമവ്യവസ്ഥയെ, നീതിന്യായ വ്യവസ്ഥയെ, റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യചിഹ്നമാണത്. ഹൂ കെയേഴ്സ്? അതിനുള്ള മറുപടിയാണ് ഇത് കിട്ടിയത്. അദ്ദേഹം അറസ്റ്റിലാകപ്പെടുന്നു. 1 പഴിച്ചു, 2 പഴിച്ചു, 3ാമത്തെ പരാതിയിൽ അദ്ദേഹം ഇത് അറസ്റ്റിലായിരിക്കുന്നു. ആദ്യ 2 പരാതികളിലും അറസ്റ്റ് ചെയ്യപ്പെടാഞ്ഞത് തന്റെ സ്വാധീനം ഉപയോഗിച്ചാണ്. കോൺഗ്രസ് സ്വാധീനം മാത്രമല്ല, BJP സ്വാധീനവുമുണ്ട്. ഇതാ അതിജീവിതയുടെ ഭർത്താവ് വെളിപ്പെടുത്തുന്നു, അദ്ദേഹത്തിനെതിരെ പരാതി പിൻവലിക്കണമെന്ന് BJPക്കാർ സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി. ഈ കോൺഗ്രസ്സുകാരൻ നാളെ BJPക്കാരനായാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഏതൊരു കുറ്റവാളിയും സ്വാഗതം ചെയ്യാൻ BJP തയ്യാറാണ്. അതാണ് ചരിത്രം. ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാം. ആസാം മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വരെ BJP ചേരുന്നതോടുകൂടി എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെടുന്നു. അവർ പരിശുദ്ധന്മാരാക്കപ്പെടുന്നു. അതേ അവസ്ഥ നമ്മുടെ രാഹുലിനും ഉണ്ടാവുകയില്ലേ എന്ന് വല്ലതും സംശയിച്ചു ഞാൻ ഉൾപ്പെടെ. എന്താണെങ്കിലും ഈ അറസ്റ്റ് വളരെ തന്ത്രപ്രധാനമായ ഒന്നാണ്. ഇനി പുറത്തു വരണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടും. നിയമം അതെത്ര കാർക്കശ്യമാണ് എന്ന് ശ്രീമാൻ രാഹുൽ അറിയാൻ പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, കേരളത്തിലെ സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോലും ശക്തമായ സ്വാധീനമുള്ള ശ്രീമാൻ ദിലീപ് ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് ശ്രീമതി ശ്രീലേഖ IPS ദയനീയത തോന്നി. അവർ സഹായിക്കുന്നുണ്ട്. ആ ദൈന്യത കണ്ടിട്ട് 3 മാസം ജയിലിൽ തറയിൽ കിടക്കുകയായിരുന്നു. അപ്പോ അതിന് അർഹനാണ് ആ മനുഷ്യൻ. എന്നിട്ട് പോയി വിചാരണ നേരിട്ടു. കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. എന്നിട്ടും കുറ്റവിമുക്തനാക്കപ്പെട്ടു. കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. നിയമം പിന്നാലെയുണ്ട്, മേൽക്കോടതികളുണ്ട്. കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം. എന്ന് പറയുന്ന പോലെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇനിയിപ്പോ കൂടുതൽ അതിജീവിതമാർ രംഗത്ത് വരും. കാരണം അയാൾ ജയിലിലാണല്ലോ, പേടിക്കാനില്ല. അല്ലെങ്കിൽ ജീവൻ ഭയം ഉണ്ടാവും. ഇത്രയേറെ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ പെൺകുട്ടികൾ സാധാരണ തയ്യാറാവുകയില്ല. സാധാരണക്കാരും തയ്യാറാവുകയില്ല. കാരണം അത്ര സ്വാധീനമുള്ള ആളാണ് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം. ഇപ്പോഴും ആ കോൺഗ്രസിന്റെ ഇൻഡയറക്റ്റ് ഹെൽപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ വരുന്ന ഓരോ ആരോപണവും കോൺഗ്രസ് പാർട്ടിക്കെതിരെ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. എല്ലാം കഴിഞ്ഞ് പിടിയിലായപ്പോ കൈ കഴുകിക്കൊണ്ട് ഞങ്ങൾ അയാളെ പുറത്താക്കി, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാലൊന്നും ഉത്തരമാവില്ല. പല നേതാക്കന്മാർക്കും അറിവുള്ളതുമായിരുന്നു. അപ്പോ രക്ഷയില്ലെന്നായപ്പോ പുറത്താക്കാൻ നിർബന്ധിതരായിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അയാൾക്കെതിരെ വരുന്ന ഓരോ ആരോപണവും ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പറയുന്ന സാമ്പത്തിക ചൂഷണമാണ്. അണ്ടർവെയർ മേടിക്കാൻ വരെ പെങ്കുച്ചോട് കാശ് മേടിച്ചിരുന്നു. ഇത് കഷ്ടം നോക്കണം രാഷ്ട്രീയക്കാരന്റെ ഒക്കെ ഒരു അവസ്ഥയെ. എല്ലാ രാഷ്ട്രീയക്കാർക്കും നാണക്കേടായ ചെയ്തികൾ എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറയുന്നത്. സാമ്പത്തിക ചൂഷണമൊക്കെ ഇനി കണ്ടെത്തേണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ഇനി അയാൾ കുടുങ്ങിയത് തന്നെ. ഏതാണെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.